എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബാങ്ക് എക്സാമിന്റെ ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, എങ്ങനെ റീസണിങ് പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ ടോപ്പിക് ആണെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കുക, ടോപ്പിക് എങ്ങനെയാണെന്ന് ഒരു മനസ്സിലാക്കുക, ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ പോകാൻ പോവാണ്. അതിലെ ആദ്യത്തെ ടോപ്പിക് ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഈ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് പറയാം. ഞാൻ എന്തുകൊണ്ട് ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ഇപ്പം നമുക്ക് SSC ഓൾറെഡി റെയിൽവേ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ബാങ്ക് എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി കോമൺ ആയിട്ട് ഒരുപാട് ടോപ്പിക് ഉണ്ട്. അപ്പം ഞാൻ ആദ്യമേ എടുക്കാതെ ആൽഫ ന്യൂമറിക് സീരീസിന്റെ ടോപ്പിക് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാങ്ക് എക്സാമിൽ മാത്രം കാണുന്ന ടോപ്പിക്കാണ്. ചിലപ്പോൾ റെയിൽവേ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ടെങ്കിലും പക്ഷേ ഇത് ബാങ്ക് എക്സാമിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 5 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ടോപ്പിക്കാണ് ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുന്നത്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ന്യൂമറിക് സീരീസിന്റെ ടോപ്പിക്കിനകത്ത് നമുക്ക് കുറെ ആൽഫബറ്റ്സും കുറെ ലെറ്റേഴ്സും കുറെ ആൽഫബറ്റ്സും കുറെ നമ്പേഴ്സും കുറെ സിമ്പിൾസ് ഒക്കെ ചേർന്ന ഒരു സീരീസ് നമുക്ക് തരും. ഓക്കെ, അങ്ങനെ ഒരു സീരീസ് നമുക്ക് തന്നിട്ട് അതിൽ നിന്നും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ നോർമലി നമുക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആൽഫ ന്യൂമറിക് സീരീസ് വരാം. സാധാരണ ഒരു ക്ലർക്ക് ലെവൽ എക്സാമിനൊക്കെയാണ് കൂടുതലും നമുക്ക് ഈ ആൽഫ ന്യൂമറിക് സീരീസ് എക്സാം ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പം SBI ക്ലർക്ക് വിളിക്കുന്നതുകൊണ്ട് തന്നെ SBI ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാമിനൊക്കെ നമുക്ക് അതിന് പ്രതീക്ഷിക്കാം ആൽഫ ന്യൂമറിക് സീരീസിന്റെ ടോപ്പിക്. അപ്പൊ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആൽഫ ന്യൂമറിക്. വെയിറ്റേജും ഉണ്ട്, 5 മാർക്കാണ്. ചിലപ്പോഴൊക്കെ വെയിറ്റേജ് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ, 3 മാർക്കിനൊക്കെ ചോദിക്കും. നമുക്ക് ബാങ്ക് എക്സാമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതുപോലത്തെ ചില ടോപ്പിക്കുകളുണ്ട്, 5 മാർക്കിനാണ് സാധാരണ മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി, ടോപ്പിക്സുകൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ടോപ്പിക്സുകളുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും എന്നുള്ളതേ ഉള്ളൂ. സാധാരണ ക്ലർക്ക് ലെവൽ എക്സാമിനെ ചോദിക്കുള്ളൂ. PO ലെവലിനൊക്കെ നമുക്ക് ഇത് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ടോപ്പിക്കാണ് ആൽഫ ന്യൂമറിക് സീരീസ്. അതുകൊണ്ട് തന്നെ PO ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ ചോദിക്കുന്ന ചാൻസ് കുറവാണ്. ഓക്കെ, എങ്കിലും ആൽഫ ന്യൂമറിക് സീരീസിന്റെ ഒരു ഐഡിയ നമുക്ക് ആദ്യം ഉണ്ടാക്കാം. ഓക്കെ, അതിനു മുന്നേ ആയിട്ട് നിങ്ങളിപ്പോൾ ബാങ്ക് എക്സാം പ്രിപ്പയർ തുടങ്ങുവാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇതുവരെ മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബേസിക് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ത്രൂ ഔട്ട് നമുക്ക് ഓരോ ടോപ്പിക് വൈസ് കംപ്ലീറ്റ് ആയിട്ട് ബേസിക് ഒരു ഐഡിയയും അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടീസിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ നമുക്ക് അതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ബാങ്ക് എക്സാം നമുക്ക് ഓൾറെഡി SSC റെയിൽവേ എക്സാമിന് പ്ലാറ്റ്ഫോം നമുക്ക് പോകുന്നുണ്ട്. നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ഓൾറെഡി റെയിൽവേയുടെ ക്ലാസ്സസ് പോകുന്നുണ്ട്, SSC CGL വേണ്ടിയുള്ള ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പൊ ബാങ്കിന്റെ ക്ലാസ്സുകളോട് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, കൂടെ അതിലൂടെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം ബേസിക് ആയിട്ട് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിപ്പം പലർക്കും വീട്ടിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പം വന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഓൺലൈൻ കോഴ്സസ് നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവനിങ് ടൈമിൽ പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്പം മാക്സിമം ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രാക്ടീസ് സെഷൻസും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് SSCയുടെ റെയിൽവേയുടെ ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ആപ്പ് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയായിരിക്കും. SSC റെയിൽവേയുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്, അതിലൂടെ ബാങ്കിന്റെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഫീസ്, എന്തൊക്കെയാണ് അവിടെ കിട്ടുന്നത് എന്ന കാര്യം ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ നമ്മൾ ആൽഫ ന്യൂമറിക് സീരീസിന്റെ ടോപ്പിക്കിലേക്ക് പോകണം. ഞാനിവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സീരീസ് എടുത്തിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ സീരീസ് ആണ്, ഒരു സിമ്പിൾ സീരീസ് ആണ്. നോർമലി നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇത്രയും ചെറിയ സീരീസ് വരത്തില്ല. ഓക്കെ, ഇത്രയും ചെറിയ സീരീസ് വരില്ല, കുറച്ചുകൂടെ വലിയ സീരീസ് ആയിരിക്കും. അപ്പൊ ഞാൻ എലമെന്റ്സ് കുറച്ചെടുത്തേ ഉള്ളൂ കേട്ടോ, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസും അതിന്റെ കൺസെപ്റ്റുകളൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ എലമെന്റ്സ് കുറച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിനകത്ത് 4 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നെന്ന് പറയുന്നത് പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ടൈപ്പാണ് പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെറ്റർ നമ്പർ കോമ്പിനേഷൻ, നമ്പർ സിമ്പിൾ കോമ്പിനേഷൻ, ലെറ്റർ നമ്പർ സിമ്പിൾ കോമ്പിനേഷൻ, അങ്ങനത്തെ കോമ്പിനേഷൻസ് നമ്മൾ ഈ സീരീസിനകത്ത് കണ്ടെത്തുക എന്നുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഓഡ് വൺ ഔട്ട് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഓഡ് വൺ ഔട്ട് എന്ന് വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു സീരീസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ എലമെന്റ്സോ നമുക്ക് തന്നിട്ട് അതിൽ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ആളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്.
പറയുന്നത്. പിന്നെ വരുന്നത് സീരീസ് ആണ്. സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നെക്സ്റ്റ് വരുന്ന സെറ്റ് ഓഫ് എലമെന്റ്സ് ഏത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് നമ്മൾ ഈ സീരീസിന്റെ ബേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും 4 ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ 4 ടൈപ്പ് ക്വസ്റ്റ്യനോട് ചേർന്നിട്ടാണ് 5 മാർക്കിന് ചോദിക്കും നമുക്ക്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി, സ്റ്റഡി ദ ഫോളോവിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് ആൻസർ ദ ഗിവൻ ക്വസ്റ്റ്യൻ ബിലോ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ആൽഫാന്യൂമറിക് സീരീസ് തന്നിട്ടുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് എലമെന്റ് വിൽ ബി 8th ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എലമെന്റ് വിൽ ബി 8th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സീരീസിൽ ലെഫ്റ്റ് ഹാൻഡ് നിന്ന് 8ാമതിരിക്കുന്ന ആളാണ്. ഓക്കെ, നമുക്ക് സീരീസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലെഫ്റ്റ് ഹാൻഡും ഇത് റൈറ്റ് ഹാൻഡും ആയിരിക്കും. ഓക്കെ, അവിടെ മാറ്റമൊന്നുമില്ല കേട്ടോ. ഇത് ലെഫ്റ്റ് ഹാൻഡും ഇത് റൈറ്റ് ഹാൻഡും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ലെഫ്റ്റ് ഹാൻഡിന് 8ാമതിരിക്കുന്ന ആളെന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ എന്ത് കൗണ്ട് ചെയ്തെടുക്കുക. അതാ 1 2 3 4 5 6 7 8. ആരാ, 8 തന്നെയാണ് അല്ലെ. 8 എന്ന് പറയുന്ന നമ്പർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, 8th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്ന ആള്. നമ്മുടെ ആൻസർ എന്തായിരിക്കും, 8 ആണ്. സിമ്പിൾ ആയിട്ട് കൗണ്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവിടെ കാണുന്നത് നമ്മൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഒരു പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ നോക്കിയേ, വിച്ച് എലമെന്റ് വിൽ ബി 14th ഫ്രം ദ റൈറ്റ് ഹാൻഡ് വെൻ ഓൾ ദി നമ്പേഴ്സ് ആർ ഡ്രോപ്ഡ് ഫ്രം ദി സീരീസ്. ഓക്കെ, അപ്പൊ വിച്ച് എലമെന്റ് വിൽ ബി 14th ഫ്രം ദ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിൽ നിന്ന് 14ാമത് വരുന്ന എലമെന്റിനെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് പറയുന്നുണ്ട് അവര്, when all the numbers are dropped from the series. അതായത് നമ്മുടെ സീരീസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഓൾട്ടർ ചെയ്യണം. എങ്ങനെയാ, അതിനകത്ത് നിന്ന് നമ്പേഴ്സ് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ നമ്പേഴ്സ് ഡ്രോപ്പ് ചെയ്ത് എഴുതുന്ന സീരീസിൽ റൈറ്റ് സൈഡിൽ നിന്ന് 14ാമത് വരുന്ന ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ഇപ്പോ റൈറ്റ് സൈഡിൽ നിന്ന് 14ാമത് വരുന്ന നമ്പർ ഡ്രോപ്പ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ സീരീസിന് ഇപ്പം നമ്പർ മാറ്റി ഒന്നും എഴുതിയിടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. നമ്മൾ മതി റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് വന്നാൽ മതി. കൗണ്ട് ചെയ്യുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക, നമ്പറിനെ അങ്ങ് അവോയ്ഡ് ചെയ്യുക. അത്രയും മാത്രം ചെയ്താൽ മതി. ഇവിടെ നോക്കാം, 1 2 3 4 5 6. നമ്മൾ എന്ത് ചെയ്യുക, തേർഡിന് കൂടുതല അല്ലെ. 7 8 9 10 11 12 13 14. ആരായിരിക്കും വരിക, ആൻഡ് ആയിരിക്കും വരിക അല്ലെ. നമ്മുടെ ആൻസർ ആൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ അവർ എന്ത് ചെയ്തു, ഒരു കണ്ടീഷൻ എക്സ്ട്രാ പറയുന്നു. ഒരു നമ്മുടെ സീരീസിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പറയാണ്. അവര് നമ്പേഴ്സിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻ. ഇത് പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ അവർ പറയും ഇതിനകത്തുള്ള നമ്പേഴ്സിനെയും ലെറ്റേഴ്സിനെയും സിമ്പിൾസിനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും. അതായത് ആദ്യം നമ്പേഴ്സ്, പിന്നെ ലെറ്റേഴ്സ്, പിന്നെ സിമ്പിൾസ്, ഇങ്ങനെ എന്തെങ്കിലും ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും തന്നിരുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോ പകുതി വരെയുള്ള എലമെന്റ്സ് എടുത്തിട്ട് തിരിച്ചെഴുതാൻ പറയും. ആദ്യത്തെ പകുതി തിരിച്ചെഴുതുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ പകുതി എടുത്ത് രണ്ടാമത്തെ പകുതി എടുത്ത് ആദ്യം, ഇങ്ങനെ പല പല ചേഞ്ചസ് വരുത്താൻ അവർ പറയും. അങ്ങനെ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കും. അതും പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ലെഫ്റ്റ് എന്നുള്ള പൊസിഷനോ റൈറ്റ് എന്നുള്ള പൊസിഷനോ ആയിരിക്കും ചോദിക്കും. അപ്പൊ നിങ്ങൾ ആ ഓൾട്ടർ ചെയ്യുന്ന കണ്ടീഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് വെച്ച് എന്ത് മാറ്റം സംഭവിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റി എഴുതാനും നിൽക്കരുത്. ഓക്കെ, മാറ്റി എഴുതാന്ന് പറഞ്ഞാൽ ടൈം വേസ്റ്റ് ആണ്. മാറ്റി എഴുതാണ്ട് നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ആൻസറിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പിലെ രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രാ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സ്ട്രാ ഒരു എന്താ പറയുക, ഓൾട്ടറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സീരീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കണ്ടീഷൻസ് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് എലമെന്റ് വിൽ ബി 12th ടു ദ റൈറ്റ് ഓഫ് 16th എലമെന്റ് ഫ്രം ദി റൈറ്റ് ഹാൻഡ്. ഓക്കെ, അപ്പൊ ഇതും ഒരു എന്താ പറയാ പൊസിഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അവർ ചോദിക്കുന്നത് 12th എലമെന്റ് ആണ് ചോദിക്കുന്നത്. ടു ദ റൈറ്റ് ഓഫ് ആരുടെ, 16ാമത്തെ എലമെന്റ്, 16th എലമെന്റ് ഫ്രം ദ റൈറ്റ് ഹാൻഡ്. അതായത് റൈറ്റ് ഹാൻഡിൽ നിന്ന് 16ാമതിരിക്കുന്ന എലമെന്റിന്റെ 12th ടു ദ റൈറ്റ് ഇരിക്കുന്ന എലമെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ് ഹാൻഡിൽ നിന്ന് 16ാമതിരിക്കുന്ന ആളെ ഞാൻ ആദ്യം ഒന്ന് കണ്ടുപിടിക്കുകയാണ്. റൈറ്റ് ഹാൻഡിൽ നിന്ന് 16ാമത് വരുമ്പോഴത്തേക്കും 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ആരാണ്, 4 ആണ്. ഓക്കെ, സോറി, 4 ആണ് അല്ലെ. അവിടെ നിന്ന് എന്ത് ചെയ്യണം, 12th ടു ദ റൈറ്റ്. അതായത് 4 എന്ന് പറഞ്ഞ എലമെന്റ് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, 16th ഫ്രം ദ റൈറ്റ് ഹാൻഡ് ഉള്ള ആളാണ് അല്ലെ. റൈറ്റ് ഹാൻഡിൽ നിന്ന് 16th വരുന്ന ആളാണ് എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത്. ഈ 4ന്റെ റൈറ്റിലേക്ക് 12ാമതിരിക്കുന്ന ആളെയാണ് ചോദിക്കുന്നത്. അപ്പൊ 4നെ ഇൻക്ലൂഡ് ചെയ്യരുത്, 4ന്റെ റൈറ്റിലേക്ക്. അപ്പം ഇവിടെ എന്താ 1 2 3 4 5 6 7 8 9 10 11 12. ആരായിരിക്കും വരിക, നമ്മുടെ ആൻസർ പി ആയിരിക്കും. കണ്ടോ, ഇതാണ് സംഭവം.
അതായത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനകത്ത് റൈറ്റ് എൻഡിൽ നിന്ന് 16ാമത് ഇരിക്കുന്ന ആൾ റൈറ്റിലേക്ക് വന്നിട്ടുണ്ടാതിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഡേറ്റ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇതിപ്പോ നമുക്ക് ചെറിയ കൗണ്ടിങ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു സീരീസ് ഇത്രയും ചെറുതായിരിക്കത്തില്ല നമുക്ക് എക്സാമിന് വരുമ്പോൾ, കുറച്ചും കൂടെ ഹെവി ആയിരിക്കും. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കൂടുതൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കൂടുതൽ എലമെന്റ്സ് വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ചിലപ്പോൾ ഒരു 23rd ടു ദ റൈറ്റ് ഓഫ് 32nd ഫ്രം ദ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു എണ്ണയിട്ട് തിരിച്ചങ്ങോട്ട് ടൈം ഒരുപാട് വേസ്റ്റ് ആവും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കോമ്പിനേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, സെയിം ഡയറക്ഷൻ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് കേട്ടോ. സെയിം ഡയറക്ഷൻ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ഡിഫറൻസ് എടുക്കണം. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളവിടെ സം ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതിൽ പറയുന്നത് 12th ടു ദ റൈറ്റ് ഓഫ് 16th ഫ്രം ദി റൈറ്റ് ഹാൻഡ്, ഇങ്ങനെയാ പറഞ്ഞത്. നിങ്ങൾ നോക്കുക, രണ്ടും ഒരേ ഡയറക്ഷനിലെ റൈറ്റും സെയിം ഡയറക്ഷൻ. ഞാൻ റൈറ്റും വരാം, അല്ലെങ്കിൽ ലെഫ്റ്റും വരാം. അതാണ് സെയിം ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ, അത് റൈറ്റ് ലെഫ്റ്റും ആകാം, ലെഫ്റ്റ് റൈറ്റും ആകാം, ഏതാണെങ്കിലും ആകാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ രണ്ട് റൈറ്റ് ആണ്, സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ എന്ത് ചെയ്യാം, ഡിഫറൻസ് എടുക്കും. 12ഉം 16ഉം ഡിഫറൻസ് എത്രയാ, 4 ആണ്. ഓക്കെ, ഇനി 4th ഫ്രം ദി എവിടെയാ, റൈറ്റ് എൻഡ്. അത് വ്യത്യാസമൊന്നുമില്ല, കാരണം റൈറ്റ് എൻഡ് നല്ല കൗണ്ട് ചെയ്യാൻ പറയുന്നത്. 4th ഫ്രം ദി റൈറ്റ്. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഈ 16 റൈറ്റിൽ നിന്ന് എണ്ണിയിട്ട് പിന്നെ അവസാനം പിന്നെ അതിനുശേഷം 12 പിന്നെ റൈറ്റിലോട്ട് എണ്ണി നമ്മൾ എടുക്കുകയാണ്. പകരമായിട്ട് 4th ഫ്രം ദി റൈറ്റ് എൻഡ് മാത്രം നിങ്ങൾ നോക്കിയാൽ എന്നാ പറയുന്നത്. നോക്കിയേ, 1 2 3 4 ആരാ വരിക, പി ആ വരിക. കണ്ടോ, നമുക്ക് ഇത്രയും കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 4th ഫ്രം ദ റൈറ്റ് ഹാൻഡ് എഴുതുമ്പോൾ നമുക്ക് എന്തായി, നമ്മുടെ ആൻസർ ആയി, പി എന്ന ആൻസർ കിട്ടി. കണ്ടോ, അപ്പൊ ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് വെച്ചാൽ. ഓക്കെ, ഇപ്പൊ ഞാൻ വേറെ ഒരെണ്ണം എഴുതുവാണേ. ഇപ്പോ 18th ടു ദ ലെഫ്റ്റ് ഓഫ് 23rd ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ്, ഇങ്ങനെ പറയാണ്. ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് 23ാമത് ഇരിക്കുന്ന ആളുടെ ലെഫ്റ്റിലേക്ക് 18 എന്നാ. കണ്ടോ, അപ്പൊ നമ്മൾ ഒരേ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യാ, ഡിഫറൻസ് എടുക്കുക. ഇപ്പൊ 23ഉം 18ഉം അപ്പൊ നമുക്ക് എന്താ കിട്ടാം, 5 ആണ്. 5th ഫ്രം ദി എവിടെ, ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, 5th ഫ്രം ദി ലെഫ്റ്റ് നോക്കിയാൽ 1 2 3 4 5 ആരാ വരിക, ടി ആയിരിക്കും ആൻസർ വരിക. ഇനിയിപ്പോ അവർ വേറെ രീതിയിൽ ചോദിക്കുകയാണ്. ഇപ്പോ 6th ടു ദ റൈറ്റ് ഓഫ് 8th ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ് എന്ന് ചോദിക്കാന്ന് വിചാരിക്കാം. 6th ടു ദ റൈറ്റ് ഓഫ് 8th ഫ്രം ദ ലെഫ്റ്റ്. അപ്പൊ റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷനിലെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, സം എടുക്കണം. 6 8 14 വരും. 14th ഫ്രം ദി എവിടെ നിന്നാ, ലെഫ്റ്റ് ഹാൻഡ്. ആ എൻഡിന് വേറെ വ്യത്യാസമൊന്നുമില്ല, അത് തന്നെ ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡ്. 14th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ആരാ വരുന്നത്, അറ്റാണ് വരുന്നത്. കണ്ടോ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് ഇവിടെ ഈസി ആയിട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വരുന്ന സീരീസ് കുറച്ച് വലുതായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ കൗണ്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരുപാട് സമയം പോയി. ഇവിടെ 16 എണ്ണി 12 എണ്ണിയുടെ 4 എണ്ണി ആൻസർ ആയില്ലേ. അപ്പൊ അത് മനസ്സിൽ വെച്ചേക്കുക. ഒറ്റ കൗണ്ടിൽ തീർക്കുക എന്നുള്ള പരിപാടിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഈ 3 രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഒരു പെർട്ടിക്കുലർ പൊസിഷൻ, ലെഫ്റ്റിന്നോ റൈറ്റിന്നോ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്ന ആളെ ആരും ചോദിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് അവർ പറയും, ഇങ്ങനെ മാറ്റങ്ങൾ നമ്മുടെ സീരീസിനകത്ത് വരുത്തണം, എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിനോ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾ ഏതാണ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണ്, കോമ്പിനേഷൻ വരുന്ന രീതിയിൽ, പൊസിഷൻസിന്റെ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. ഇതാണ് പൊസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കോമ്പിനേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി, ഈ ക്വസ്റ്റ്യൻ നോക്കാം. സെയിം സീരീസ് മാറ്റമൊന്നുമില്ല കേട്ടോ. ഹൗ മെനി സച്ച് സിംബൽസ് ആർ ദെയർ ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ നമ്പർ ആൻഡ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ ലെറ്റർ. ഒരു കണ്ടീഷൻ അവർ പറയാണ്. എന്താണ്, കോമ്പിനേഷൻ ആ പറയുന്നത്. ഹൗ മെനി സച്ച് സിംബൽസ് എന്നാ ചോദിക്കുന്നത്. സോറി, ഹൗ മെനി സച്ച് സിംബൽസ്. ഈ ഹൗ മെനി സച്ച് സിംബൽസ് എന്ന് വെച്ചാൽ എത്ര സിംബൽസ് എന്നാണ്. അപ്പൊ നമ്മുടെ ആൻസർ എപ്പോഴും നമ്പർ ആയിരിക്കും. 1 2 3 4 അല്ലെങ്കിൽ നണ്ണോ എങ്ങനെയെങ്കിലും ആയിരിക്കും. അപ്പോ നമ്പർ ആണ് അവിടുത്തെ ആൻസർ വരിക അല്ലെ. ഹൗ മെനി സച്ച് സിംബൽസ് ആർ ദെയർ ഈച്ച് ഓഫ് വിച്ച് ഈസ്. അപ്പൊ അതിന് കണ്ടീഷൻ ഉണ്ട്. വെറുതെ സിംബൽ ഉണ്ട്, സിംബൽ ഒരുപാടുണ്ട് ഇതിനകത്ത്. സിംബൽ വെറുതെ എന്നല്ല പറഞ്ഞത്, അതിന് കണ്ടീഷൻ ഉണ്ട്. എന്താണ്, ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ നമ്പർ. ഒരു സിംബല് ഫോളോ ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കണം,
നമ്പർ കൊണ്ടായിരിക്കണം. ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ നമ്പർ ആൻഡ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ ലെറ്റർ. പ്രിസീഡ് ചെയ്യണം, അതായത് പ്രിസീഡ് എന്ന് വെച്ചാൽ പ്രീവിയസ് ലെറ്റർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രിസീഡ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കണം? ലെറ്റർ കൊണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇത് കോമ്പിനേഷൻ എഴുതി വെച്ചിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിതിപ്പോ നമ്മുടെ മനസ്സിൽ കണ്ടറിയാം, സിമ്പിളിന്റെ റൈറ്റ് സൈഡിൽ നമ്പറും ലെഫ്റ്റ് സൈഡിൽ ലെറ്ററും പറഞ്ഞു നമ്മൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇങ്ങനെ നോക്കി പോകും, പകുതി കഴിയുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, അയ്യോ ലെഫ്റ്റ് സൈഡിലാണോ ലെറ്റർ റൈറ്റ് സൈഡിലാണോ ലെറ്റർ, നമുക്ക് ഡൗട്ട് വരും. അപ്പൊ പിന്നെ വീണ്ടും പോയി ക്വസ്റ്റ്യൻ വായിക്കണ്ടേ. അപ്പൊ അങ്ങനെ വായിക്കായിരിക്കും നമ്മൾ ഇതിങ്ങനെ നോട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ലെറ്റർ റൈറ്റ് സൈഡ് നമ്പർ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും പോയി ക്വസ്റ്റ്യൻ വായിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ എഴുതുക ആദ്യം. ഓക്കെ, അപ്പം ഹൗ മെനി സിംബൽസ് ആർ ദേർ ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ നമ്പർ ആൻഡ് ഇമ്മീഡിയറ്റ്ലി പ്രീസീഡഡ് ബൈ എ ലെറ്റർ, ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതാ ഇങ്ങനെ എത്ര ഉണ്ടെന്ന് നോക്കണം. അപ്പൊ നമ്മൾ ഓരോ സിമ്പിൾ ആയിട്ട് നോക്കുക, ഓരോ സിമ്പിൾ ആയിട്ട്. ഫസ്റ്റ് സിമ്പിൾ ഹാഷ് ആണ് അല്ലെ, ലെഫ്റ്റ് സൈഡ് ലെറ്റർ അല്ലല്ലോ, അപ്പൊ പറഞ്ഞ കണ്ടീഷൻ അല്ല, അപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത സിമ്പിൾ ഇതാ ലെഫ്റ്റ് സൈഡ് ലെറ്റർ ആണല്ലോ ടി, പക്ഷെ റൈറ്റ് സൈഡ് നമ്പർ അല്ലല്ലോ എച്ച് അല്ലേ എടുക്കുന്നത്, അപ്പൊ അത് വരത്തില്ല. അടുത്ത സിമ്പിൾ ഇതാ ഇവിടെ വരുന്നു, ലെഫ്റ്റ് സൈഡില് ലെറ്റർ ആണ് പക്ഷെ റൈറ്റ് സൈഡിൽ സിമ്പിൾ ആണ് വന്നിരിക്കുന്നത്, അത് എടുക്കാൻ പറ്റില്ല. അടുത്ത സിമ്പിൾ എടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ സിമ്പിൾ ആണ് പക്ഷെ കാര്യമില്ല, കാരണം ലെഫ്റ്റ് സൈഡ് ലെറ്റർ വരേണ്ടത്. അടുത്ത സിമ്പിൾ അറ്റ് എടുക്കുന്നു, അറ്റ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ലെറ്ററും വരുന്നുണ്ട് റൈറ്റ് സൈഡ് നമ്പറും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു കോമ്പിനേഷൻ അല്ലേ, ആ കോമ്പിനേഷൻ അല്ലേ ലെഫ്റ്റ് സൈഡ് ലെറ്ററും റൈറ്റ് സൈഡ് നമ്പറും വരുന്ന സിമ്പിൾ അറ്റ്. ഓക്കെ, ഒരെണ്ണം കൗണ്ടായി. അടുത്ത പ്ലസ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്പർ വന്നിട്ടില്ല, ലെറ്റർ വന്നിട്ടില്ല, ലെറ്റർ വന്നും അപ്പുറത്തെ നമ്പർ വരാം, അപ്പൊ തിരിച്ചറിയുന്നത് അത് പറ്റില്ല. അത് ഇസിക്കൽ എടുക്കുകയാണ്, അതിന്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ലെറ്റർ ആണ്, അത് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്രോക്സിമേഷൻ സൈൻ എടുക്കുകയാണ്, അവിടെയും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് സിമ്പിൾ ആണ്, അതും പറ്റത്തില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ലെറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒന്നുകിൽ കണ്ടീഷൻ ലെഫ്റ്റ് സൈഡ് ലെറ്ററും റൈറ്റ് സൈഡ് നമ്പറും പറഞ്ഞമെന്നാണ് കണ്ടീഷൻ. അവിടെ രണ്ടിടത്തും ലെറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത് സിമ്പിൾ രണ്ട് സൈഡിൽ. അപ്പം നമുക്കിവിടെ ആകെ എന്തേ ഉള്ളൂ, ഒരെണ്ണമേ ഉള്ളൂ. നമ്മുടെ ആൻസർ അവിടെ എന്തായിരിക്കും? 1 എന്നായിരിക്കും. കണ്ടോ, ആ കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കുക, അത് കണ്ടീഷൻ ഇതുപോലെ എഴുതി വെക്കുക, ഈ റെപ്രസെന്റേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇനി എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്ന ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നോക്കിയാ ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ചെറിയ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദെയർ ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ ലെറ്റർ. ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദെയർ, എത്ര നമ്പേഴ്സ് ആണെന്നാണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡഡ് ബൈ എ ലെറ്റർ. ലെറ്റർ കൊണ്ട് പ്രിസീഡും ചെയ്യണം, അതുപോലെ ലെറ്റർ കൊണ്ട് ഫോളോ ചെയ്യാൻ വേണം. അപ്പൊ അങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓരോ നമ്പർ ആയിട്ട് നോക്കുക. 5 നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡ് ലെറ്റർ ആണ് പക്ഷെ റൈറ്റ് സൈഡിൽ എന്തല്ല ലെറ്റർ അല്ല, അപ്പൊ അത് പറ്റത്തില്ല. 8 എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ലെറ്റർ ആണ് റൈറ്റ് സൈഡ് ലെറ്റർ ആണ്, അപ്പൊ 8നെ കൗണ്ട് ചെയ്യാം. 8 ഒരു നമ്പർ ആണ്, അങ്ങനെ ഒരു നമ്പർ ആണ് അല്ലെ. 6 ഉണ്ടായിരുന്നു, 6 ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ലെറ്റർ വന്നിട്ടില്ല. പിന്നെ 4 എടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ലെറ്റർ പക്ഷേ ലെഫ്റ്റ് സൈഡ് ലെറ്റർ വന്നിട്ടില്ല. 9 എടുത്താൽ രണ്ട് സൈഡിലും സിമ്പിളാണ് കിടക്കുന്നത്, പറ്റത്തില്ല. 3 എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ലെറ്ററും റൈറ്റ് സൈഡ് ലെറ്റർ വന്നിട്ടുണ്ട്, വേറെ നമ്പേഴ്സ് ഇല്ല. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 എന്ന ആൻസർ കിട്ടും അല്ലെ. 2 എണ്ണമാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ വരുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് കോമ്പിനേഷൻ വരും. ചിലപ്പോൾ ഇങ്ങനെ കോമ്പിനേഷൻ, വേറൊരു കോമ്പിനേഷൻ ഇപ്പൊ പറയാം. ഇപ്പോ ഇസ് ഇമ്മീഡിയറ്റ്ലി ഇപ്പം ഹൗ മെനി സച്ച് സിമ്പിൾസ് ആർ ദെയർ ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ is immediately preceded by a number but not immediately followed by a letter. ഇങ്ങനത്തെ കേസ് വരാറുണ്ട്. ഓക്കെ, നമുക്ക് എപ്പോഴും ആയി വരുന്നത് പ്രൊസീഡ് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ തന്നെ പ്രൊസീഡ് ചെയ്യുകയും ഫോളോ ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പം സിമ്പിൾ എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്പർ വരണം, പക്ഷെ റൈറ്റ് സൈഡിൽ എന്ത് വരാൻ പാടില്ല? ലെറ്റർ വരില്ല. അങ്ങനെ എത്ര സിമ്പിൾസ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഹാഷ് എടുക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ നമ്പർ ആണ് പക്ഷെ റൈറ്റ് സൈഡ് ലെറ്റർ ആണ്, ഹാഷ് കൂട്ടാൻ പറ്റില്ലല്ലോ. ഡോളർ എടുക്കുന്നു, ലെഫ്റ്റ് സൈഡില് നമ്പർ വരണം, വന്നിട്ടില്ല, ഓക്കെ അത് പറ്റില്ല. സ്റ്റാർ എടുക്കുന്നു, ലെഫ്റ്റ് സൈഡില് നമ്പർ വന്നിട്ടില്ല, പറ്റില്ല. ആൻഡ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്പർ വന്നിട്ടില്ല. അറ്റ് എടുക്കുന്നു, ലെഫ്റ്റ് സൈഡ് നമ്പർ വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളും ഇല്ല അല്ലെ. അതായത് ഉണ്ട്. ഓക്കെ, പ്ലസ് എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡില് നമ്പർ ആണ് പക്ഷെ റൈറ്റ് സൈഡ് ലെറ്റർ ആണ്, കൂട്ടാൻ പറ്റത്തില്ല, എനിക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. സിഗൽ എടുത്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല, ബാക്കി ഒന്നിനും പറ്റില്ല. അപ്പൊ നന്നായിരിക്കും ആൻസർ കേട്ടോ. അവിടെ അങ്ങനെ ഒരു ആളില്ല. ഓക്കെ, അവിടെ അങ്ങനെ ഒരാളില്ല, അങ്ങനത്തെ കണ്ടീഷനിൽ പെടുന്ന ആളില്ല എന്നുള്ള രീതി പറയാം. ഓക്കെ, ഇപ്പൊ വേറൊരെണ്ണം പറയാം. വേറെ രീതി ദിവസം വരാറുണ്ട്. അതായത് എയ്തറോർ വെച്ച് ക്യാൻസർ വരാറുണ്ട്. എയ്തറോർ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഹൗ മെനി numbers are there, how many numbers are there, each of which is either preceded by a letter or immediately followed by a symbol. ഒന്നുകിൽ ലെറ്റർ കൊണ്ട് ഫോളോ ചെയ്യണം, പ്രിസീഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്പർ കൊണ്ട് ഫോളോ ചെയ്യണം. ഇങ്ങനെയുള്ള എത്ര നമ്പേഴ്സ്
സിമ്പിൾ കൊണ്ട് ഫോളോ ചെയ്യണം. ഇങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയാൻ നോക്കാം. ഫസ്റ്റ് നമ്പർ എടുക്കുകയാണ് 5. അത് ലെഫ്റ്റ് സൈഡ് ലെറ്റർ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് 5നെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത 6 എടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ ലെറ്റർ വന്നിട്ടില്ല, പക്ഷെ റൈറ്റ് സൈഡിൽ സിമ്പിൾ വന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ 6 കൂട്ടാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ 8 ആണ്. 8ന് ലെഫ്റ്റ് സൈഡ് ലെറ്റർ വരുന്നുണ്ട്, 8 നമുക്ക് കൂട്ടാൻ പറ്റും. റൈറ്റ് സൈഡിൽ ലെറ്റർ ഏത് വന്നാലും കുഴപ്പമില്ല, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ 4 എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ലെറ്റർ വന്നിട്ടില്ല, റൈറ്റ് സൈഡിൽ സിമ്പിൾ വരില്ല, അപ്പൊ 4 കൂട്ടാൻ പറ്റത്തില്ല. 9 എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സിമ്പിൾ വരുന്നുണ്ട്, പറ്റില്ല, ലെറ്റർ വരണം, പക്ഷെ റൈറ്റ് സൈഡിൽ സിമ്പിൾ വരുന്നുണ്ട്, അപ്പൊ 9 കൂട്ടാൻ സാധിക്കും നമുക്ക്. അത് കഴിഞ്ഞിട്ട് 3 ആണ് വരുന്നത്, ലെഫ്റ്റ് സൈഡ് ലെറ്റർ വരുന്നത്, നമുക്ക് 3നെ കൂട്ടാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് 5 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻ വരുന്നത് 5 എണ്ണമാണ് കണ്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കണ്ടീഷൻസ്, കോമ്പിനേഷൻസ് ആയിരിക്കും നമുക്ക് അവിടെ തരാം. ആ കോമ്പിനേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സീരീസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കണം. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, കോമ്പിനേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒന്നാമത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, രണ്ടാമത് കോമ്പിനേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. ഓക്കെ. അപ്പൊ നേരത്തെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതിപ്പോ ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോ മെയിൻലി 5 ബ്രാഞ്ചസ് ഇപ്പോൾ ഉണ്ട്. ഓക്കെ. മെയിൻലി 5 ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് കൊല്ലത്തും കൊട്ടാരക്കരയും തൃശ്ശൂരും കാലിക്കറ്റും ട്രിവാൻഡ്രത്തും നമുക്ക് എന്തുണ്ട്, ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഓൺലൈൻ ഇരുന്ന് പഠിക്കുമ്പോൾ കുറച്ച് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ഇപ്പം വർക്ക് ചെയ്യുന്നവരാണ്, വേറെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഓൺലൈനാണ് കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ അല്ലാണ്ട് വീട്ടിലിപ്പം പഠിത്തം കഴിഞ്ഞിരിക്കുന്നവരോ അല്ലെങ്കിൽ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്താണ്, ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഫുൾ ഡേ അവർ ഫ്രീ ആയിരിക്കും. അപ്പം അവർ ആ സമയം നമുക്ക് ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഓഫ്ലൈൻ സെന്റർ വന്ന് ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം സ്റ്റാർട്ട് ചെയ്ത സമയം നമുക്ക് റെയിൽവേയുടെ കോഴ്സസും പോകുന്നുണ്ട്, SSCയുടെ ബാച്ച് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ബാങ്കിന്റെ ബാച്ചും പോകുന്നുണ്ട്, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സുകൾ കോൺടാക്ട്, ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് ഉള്ളത്, ഏത് ബ്രാഞ്ചസ് ആണോ നിങ്ങൾക്ക് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് ആ ബ്രാഞ്ചസിലെ കോൺടാക്ട് ചെയ്ത് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ നമ്പർ വിളിക്കുമ്പോൾ തന്നെ കൂടുതൽ ഡീറ്റെയിൽസും ഫീസും ബാക്കി ക്ലാസിന്റെ അവേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ആർക്കാണോ അത് കൂടുതൽ യൂസ് ആവുന്നത് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ബേസിക് ക്ലാസ്സസ് മെയിൻ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുള്ള കാര്യമാണ് ഞാൻ, അതുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ ഞാൻ കൊടുക്കുന്നത്. ഈ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ. അടുത്ത നമുക്ക് നമ്മുടെ ആൽഫ ന്യൂമറിക് സീരീസിലെ മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. മൂന്നാമത്തെ ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ഓഡ് വൺ ഔട്ട് എന്നൊരു കൺസെപ്റ്റ് ആട്ടോ, ഓഡ് വൺ ഔട്ട്. ഓക്കെ. അപ്പോൾ ഓഡ് വൺ ഔട്ട് എന്നൊരു സംഭവം നിങ്ങൾക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്കൂൾ ടൈം തൊട്ട് കേൾക്കുന്ന സാധനം ഓഡ് മാൻ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഓഡ് വൺ ഔട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ 5 ഓപ്ഷനകത്ത് ആരാണ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ആൾ. അപ്പൊ നമുക്ക് നോർമലി നമുക്ക് ഓഡ് വൺ ഔട്ട് എന്നൊക്കെ ടോപ്പിക് നമ്മൾ പറയുമ്പോഴത്തേക്കും അതിനകത്ത് തമ്മിൽ പരസ്പരം കോമ്പിനേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇവർക്ക് ഇവിടുത്തെ കോമ്പിനേഷൻ നമ്മുടെ സീരീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ. നമ്മുടെ സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രത്യേകത കൊണ്ടായിരിക്കും ഇതിനകത്ത് ഇപ്പൊ 5 പേരുള്ളതിൽ 4 പേരെ ഒരു ഗ്രൂപ്പിലോട്ട് ആക്കാൻ സാധിക്കും. ഒരാൾ മാത്രം ഡിഫറെന്റ് ആയിട്ട് നിൽക്കും, അയാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോ നമ്മൾ കോമ്പിനേഷൻ നമ്മുടെ സീരീസിനകത്ത് നോക്കുക. അപ്പൊ 6 D നമ്മൾ നോക്കുമ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് എലമെന്റ്സ് ആണല്ലോ. അപ്പൊ 6 D നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാം, 6 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പിൽ T ഇരിക്കുവാണ് അല്ലെ. അടുത്ത M4 എടുക്കുകയാണെങ്കിൽ M 2 ഗ്യാപ്പിലായിരിക്കുന്നത് 4. അപ്പൊ ഇതിനകത്ത് ഏത് വേണമെങ്കിലും ബാക്കിയുള്ള ആൾക്കാരാകാം. ഇപ്പൊ ബാക്കിയുള്ളവർ 2 ഗ്യാപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ 60 ആയിരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളവർ ഒരു ഗ്യാപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ M4 ആയിരിക്കും ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ അത് മനസ്സിലാക്കാം, അങ്ങനെ എടുക്കാം. അല്ല ഇതിനകത്ത് ഇപ്പം വേറെ കോമ്പിനേഷൻ, ഇപ്പൊ ഇത് ലെറ്റർ നമ്പർ കോമ്പിനേഷൻ, ഇത് ലെറ്റർ നമ്പർ കോമ്പിനേഷൻ, അങ്ങനെ നോക്കുവാണെങ്കിൽ ലെറ്റർ കോമ്പിനേഷൻ ഒക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്കൊരു എലിമിനേഷൻ വരുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. WS നോക്കുകയാണ്. ഓക്കെ. WS നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണ്, ഒരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത് അല്ലെ, ഒരു എലമെന്റ് ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. വൈയും എക്സും നോക്കുവാണെങ്കിലും ഒരു എലമെന്റ് ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. പ്ലസും ജിയും നോക്കുവാണെങ്കിലും ഒരു എലമെന്റ് ഗ്യാപ്പിലാണ്. അപ്പം 2 എലമെന്റ് ഗ്യാപ്പിൽ നിൽക്കുന്ന M ഉം 4 ആയിരിക്കും എന്ത് ചെയ്യാം, ഓഡ് വൺ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്, ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ആളെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും, M4 ആയിരിക്കും. കണ്ടോ, ഇത് ആക്ച്വലി സിമ്പിൾ ആണ്. നമുക്ക് ആദ്യത്തെ 2 ടൈപ്പ് ആയിരിക്കും കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കേട്ടോ. ആദ്യത്തെ 2 ടൈപ്പിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ വരും. ഓക്കെ. നമുക്കൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, 5 സബ് ക്വസ്റ്റ്യൻ വരുന്നില്ലായിരിക്കും നിങ്ങൾക്ക് ഒരു സീരീസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൽ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ 2 ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത് ഒന്നുകിൽ ഓർഡർ ഉണ്ടായിരിക്കും, അടുത്ത നെക്സ്റ്റ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ സീരീസ് ആയിരിക്കും. കൂടുതൽ ഓർഡർ ഉണ്ടാണ് കണ്ടിട്ടുള്ളത്, സീരീസ് കുറവാണെങ്കിലും അതിന്റെ ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ. നോക്കാം.
നാലാമത്തെ ടൈപ്പ്, ലാസ്റ്റ് ടൈപ്പ്. ഓക്കെ, അതായത് സീരീസ് നമുക്കറിയാം, നമ്മൾ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് ഒക്കെ പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് കുറെ നമ്പേഴ്സ് വന്നിട്ട് നെക്സ്റ്റ് വരുന്ന നമ്പർ ആയിരുന്നു കണ്ടുപിടിക്കുക, കുറെ ലെറ്റേഴ്സ് നെക്സ്റ്റ് വരുന്ന ലെറ്റർ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ നമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ ലോജിക് കണ്ടുപിടിക്കാൻ നോക്കും, ലെറ്റേഴ്സ് ആകുമ്പോൾ ടേബിളിലെ സാധനം കണ്ടുപിടിക്കാൻ നോക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് തരുന്ന ഈ ഒരു സീരീസിന് നെക്സ്റ്റ് സീരീസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ആൽഫാന്യൂമറിക് സീരീസിനെ ബേസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക, അവിടെ കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു ഓർഡർ നോക്കുക. $60 നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ടേബിളിനകത്ത് $60. ഓക്കെ, $60. അടുത്ത HM സ്റ്റാർ. ഓക്കെ, HM സ്റ്റാർ. ഓക്കെ, ആൻഡ് F at. ഓക്കെ, ആൻഡ് F at. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, $60 അടുത്ത H സ്റ്റാർട്ട് ചെയ്തിട്ട് M സ്റ്റാർ. ആദ്യം വരുന്ന ആളുടെ കഴിഞ്ഞ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് അല്ലെ. 6 കഴിഞ്ഞ ഒരാള് അവർ അവോയ്ഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, $10 എടുത്തത്. അടുത്ത നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഡോളർ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള H സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പൊ H സ്റ്റാർട്ട് ചെയ്തിട്ട് 8 സ്കിപ്പ് ചെയ്തവര് M സ്റ്റാർ എടുത്തു. അടുത്ത തൊട്ടടുത്തുള്ള ആൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് 4 സ്കിപ്പ് ചെയ്ത് F എടുത്തു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഓട്ടോമാറ്റിക് കിട്ടും 9 സ്റ്റാർട്ട് ചെയ്യാം. 9 സ്റ്റാർട്ട് ആയിട്ട് പ്ലസിന് അവർ സ്കിപ്പ് ചെയ്യണം, Kയും Gയും പറഞ്ഞു കേട്ടോ, Kയും Gയും വന്നു. അപ്പൊ നെക്സ്റ്റ് അടുത്ത ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, ഇസിക്കൽട്ടിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. ഇസിക്കൽട്ടി സ്റ്റാർട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡബ്ല്യൂനെ സ്കിപ്പ് ചെയ്യും. അപ്പൊ എന്തുവരും, 3ഉം S വരും, 3S. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് കുറച്ച് സിമ്പിൾ പാറ്റേൺ ഞാൻ ഇട്ടേ ഉള്ളൂ. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ലോജിക്കിൽ നമുക്ക് എന്താണ് ഇതിനകത്ത് സെലക്ട് ചെയ്തുള്ള രീതിയിൽ വരാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ 4 ടൈപ്പ് ആൽഫ ന്യൂമറിക് സീരീസിന്റെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ഏറ്റവും സിമ്പിൾ ടോപ്പിക് ആണ്, പക്ഷെ 5 മാർക്ക് വെയിറ്റേജ് കൊടുക്കുന്നത്. അപ്പം ഇപ്പൊ എക്സാമിന് വെയിറ്റേജ് ചിലപ്പോൾ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ, പക്ഷേ മിനിമം 3 മാർക്സിന് നമുക്ക് എന്താണ് ആൽഫ ന്യൂമറിക്സിന്റെ ക്വസ്റ്റ്യൻ ക്ലർക്ക് ലെവൽ എക്സാംസിൽ കാണാൻ പറ്റും. PO ലെവൽ എക്സാമിലും വരാം, പക്ഷേ ഭയങ്കര ചാൻസ് കുറവാണെങ്കിലും പ്രിലിംസ് എക്സാമിന് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഞാൻ പറയും 4 ടൈപ്പിനകത്ത് ആദ്യത്തെ 2 ടൈപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്ന വരുന്നില്ല, സ്പീഡപ്പ് ആക്കി എടുക്കുക. പലരും ഈ സീരീസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരുപാട് സമയം കളയാറുണ്ട്. കോമ്പിനേഷൻ ഒരുപാട് സമയം എടുത്ത് കോമ്പിനേഷൻ നോക്കുന്നുണ്ട്. അതൊന്ന് ഒഴിവാക്കുക. അത് നിങ്ങൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാറുള്ളൂ, അത് ചെയ്യാൻ പറ്റില്ല. അത് ബൈ പ്രാക്ടീസ് നിങ്ങൾ എടുത്തു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എളുപ്പത്തിൽ നമുക്ക് എന്താണ് മിനിമം ടൈമിൽ ചെയ്യാൻ പറ്റും. 5 ക്വസ്റ്റ്യൻ വരണമെങ്കിൽ 3 മിനിറ്റ് നമുക്ക് എന്താണ് ഈ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് എന്ന്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.